നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻ്റർ ട്രിവാൻഡ്രത്തിലെ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് വീരശല്യം, അതായത് വേം. വിരയെന്ന് പറയുമ്പോഴത്തേക്ക് പല രീതിയിലുള്ള വേംസാണുള്ളത്. അപ്പോൾ വേം ശല്യം ഇല്ലാത്ത ആളുകൾ ആരുമില്ല. എല്ലാ ആളുകൾക്കും, മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഈവൻ മത്സ്യത്തിന് വരെയും വിരശല്യം ഉണ്ടാകുന്നുണ്ട്. അതിന് ഓരോന്നിനും ഓരോ രീതിയാണ് വരുന്നത്. ഇപ്പം മനുഷ്യന് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് കുട്ടികളിൽ വിര ഇളക്കണോ, അതായത് നമുക്ക് ഈ വിരയെ മരുന്ന് കൊടുത്ത് ഇളക്കണോ വേണ്ട എന്നുള്ളതൊരു രണ്ട് രീതിയാണ്. ഇപ്പോൾ ഉദാഹരണം, എല്ലാ സിസ്റ്റത്തിലും, ഞാൻ എല്ലാ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പല സിസ്റ്റം പഠിച്ചുകൊണ്ടാണ് പറയുന്നത്, എല്ലാ സിസ്റ്റത്തിലും വിരശല്യത്തിന് വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ഉദാഹരണം നമ്മൾ മോഡേൺ മെഡിസിനിലാണെങ്കിൽ ആൻറ്റിപാർ, അപ്പോൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് ആണെങ്കിൽ ട്യൂക്രിയം, ഞാനിത് പറയുന്നത് ഡോക്ടേഴ്സിൻ്റെ ഒരു അറിവിനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ആയുർവേദത്തിൽ ഇതുപോലെ ധാരാളം ഇതുപോലെ തന്നെ തുല്യമായിട്ടുള്ളതുണ്ട്. പിന്നെ വിരശല്യം കൂടുതലുണ്ടാകുന്നത് ഈ കോംപ്ലിക്കേഷൻ കാണിക്കുന്നതുകൊണ്ട് കുട്ടികളിലാണ്. അതിന് കാരണമുണ്ട്. കാരണം കുട്ടികൾ അവരുടെ കൈയൊന്നും വൃത്തിയാവില്ല. ഇപ്പം മണ്ണിൽ നിന്ന് തന്നെ നമുക്ക് ഈ വിര ഉണ്ടാകുന്നുണ്ട്. എർത്തുവം പോലെ തന്നെ ഇരിക്കും. അതിന് അസ്കാരിക്കസ് ടംബ്രിക്കോയ്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല, പതോളജിക്കൽ നെയിമൊന്നും ഇപ്പം ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുപോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഹൈജീനിക്കായിട്ടുള്ളത് വേണം. പിന്നെ അതിൽ എല്ലാ ആൾക്കും വരാം. ഇപ്പം നമ്മൾ തന്നെ ശുചീകരിക്കുക, കൈയൊന്നും കഴുകാതെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ മുട്ടകളിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു വെറൈറ്റി. പിന്നെ ഈ പിൻവേംസ് എന്ന് പറയും, അതായത് കൊച്ചു കൊച്ചു വിരകൾ കാണും. അത് എല്ലാ ആളുകളിലും വരും. അത് കുട്ടികളിലും വരും, പ്രായമായാലും എല്ലാവരിലും വരും. അത് പ്രധാനമായിട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ ഇതാണ്. നിങ്ങൾ കൂടുതലായിട്ട് ഡോക്ടറെ സമീപിക്കുകയോ വേറെ ഒന്നിനും പോകേണ്ട കാര്യമില്ല. നമ്മുടെ പപ്പയ കഴിച്ചു കഴിഞ്ഞാൽ തന്നെയും ഇഷ്ടംപോലെ കൊച്ചു പിൻവേംസ് വരുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ പേരയ്ക്ക നമ്മൾ കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ നമ്മൾ നുറുക്കി മിക്സിയിലിട്ട് തേനുമൊക്കെ ചേർത്തൊരു ഡ്രിങ്ക്സ് പോലെ കുടിച്ചു കഴിഞ്ഞാൽ ആ പിൻവേംസ് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് മലത്തിൽ കൂടെ പോകുന്നത് കാണാം. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് എല്ലാം ഈ മീറ്റ് ഈറ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ ഫിഷ് കഴിക്കുന്നവർക്കും വരാം. അപ്പോൾ മീറ്റ് കഴിക്കുന്നവർക്ക് ഈ മൃഗങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം, ബീഫ് ടേപ്പ് വേമുണ്ട്, പോർക്ക് ടേപ്പ് വേമുണ്ട്. അങ്ങനെ ഓരോ ജീവിക്കും ഓരോ ടേപ്പ് വേമുണ്ട്. ഇത് ജീവിക്കുന്നത് മുഴുക്കുകയും നമ്മുടെ സിസ്റ്റത്തിൽ കയറിയിട്ട് ഇത് മസിലിലേക്കാണ് പോകുന്നത്. അത് മസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വളരെ സ്ട്രോങ് മെഡിക്കേഷൻ കൊണ്ട് മാത്രമേ അത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഈ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിലും ആയുർവേദത്തിലും ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ദോഷവശങ്ങളില്ലാത്ത. അപ്പോൾ മോഡേൺ മെഡിസിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡ്രഗ്സേ അതിന് ഉപയോഗിക്കാൻ പറ്റും. അത് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ പന്നിയിറച്ചി, അതായത് പോർക്ക് ടേപ്പ് എന്ന് പറയും. ഈ പോർക്ക് ടേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദാഹരണം, ഇത് എത്ര വേവിച്ച് കഴിഞ്ഞാൽ തന്നെയും ഇതിൻ്റെ ഈ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ സെഗ്മെൻ്റ് എന്ന് പറയുന്നതിന് പ്രത്യേക മലയാളം എന്താ ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ ഈ സെഗ്മെൻറ്റ്സ് ഒരിക്കലും നശിക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണം, ഈ എൻ്റെ സ്റ്റഡീസ് തന്നെ കാണിക്കുന്നത് ഇറച്ചി തന്നെ 2-3 മണിക്കൂർ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാക്കിയിട്ട് തന്നെയും ഈ ഇതിൻ്റെ ഇത് നശിക്കുന്നില്ല. ഏത് ഫിഷ് ടേപ്പ്, ഈ 2 ടേപ്പും, അതായത് ബീഫ് ടേപ്പും പോർക്ക് ടേപ്പും, ഇത് രണ്ടും മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് മാറ്റാൻ. പക്ഷേ ആയുർവേദത്തിൽ പല മരുന്നുകളും ഉണ്ട്, ഹോമിയോപ്പതിയിലുമുണ്ട്, അലോപ്പതി. നമുക്ക് മോഡേൺ മെഡിസിനിൽ നമുക്ക് ഡ്രഗ്സ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുന്നു. അത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. കാരണം ഇതിനെ നശിപ്പിക്കുന്ന കൂടി നമ്മുടെ മറ്റെല്ലാ സെല്ലുകളെ കൂടെ നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള മറ്റ് സിസ്റ്റത്തിലുള്ള ഡോക്ടേഴ്സിൻ്റെയും സഹായം തേടാവുന്നതാണ്. പിന്നെ ഏറ്റവും നല്ലത് ഈ ഇറച്ചിയും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ്. അത് നമ്മുടെ ഫുഡല്ല. അപ്പോൾ അതുപോലെ തന്നെ ഫിഷ് ടേപ്പുമുണ്ട്, ഈ മത്സ്യങ്ങൾക്കും ഉണ്ട്. മത്സ്യത്തിൻ്റെ ടേപ്പിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് വെന്ത് കഴിഞ്ഞാൽ അത് നശിക്കും. പക്ഷേ പോർക്ക് ടേപ്പും ബീഫ് ടേപ്പും, അതുകൊണ്ട് ഈ ഇറച്ചി കഴിക്കുന്നവർ, പ്രത്യേകിച്ച് ബീഫും പോർക്കും കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഇത് 4-5 മണിക്കൂറൊന്നും ആരും വേവിക്കാറില്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 2-3 തിളച്ച് കഴിഞ്ഞിട്ട് പകുതി വെന്തിട്ടാണ് ഇത് ആളുകൾ കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് ഡെഫിനറ്റായിട്ട് വരുന്നുണ്ട്.
അത് കണ്ടുപിടിക്കുന്നത് തന്നെയും വലിയ ബുദ്ധിമുട്ടാണ്. ചില ആളുടെ മസിൽ ശോഷിക്കും, രക്തത്തിൻ്റെ ശക്തി കുറയും, പ്രതിരോധ ശക്തി കുറയും, ഇതെല്ലാം കുറയും. ഇപ്പം ഇത്രയും പറഞ്ഞതുകൊണ്ട് നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ദഹനേന്ദ്രിയം ഉണ്ടാക്കിയിരിക്കുന്നത് ഒൺലി ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതും അസിറ്റീസാണ്, കുക്ക് ചെയ്യാത്തതാണ്. നമ്മളിപ്പോൾ കുക്ക് ഇപ്പോൾ ഉദാഹരണം നമ്മൾ പഴം കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ടോ ദഹിക്കും. കുക്ക്ഡ് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ എടുക്കും. അതേസമയം ഈ ഇറച്ചി, മീൻ, മുട്ട ഇതൊന്നും നെവർ ഡൈജസ്റ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഇതാണ് സയൻറ്റിഫിക്കായിട്ടുള്ള റിസർച്ചും എല്ലാം വെളിപ്പെടുന്നത്. ഇത് നമ്മുടെ വയറിലിങ്ങനെ കെട്ടിക്കിടന്നിട്ട് ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ നോൺ വെജ് ഉപയോഗിക്കാതിരിക്കുന്നതാണ്. വെജിറ്റേറിയനാണ് നമ്മുടെ ഫുഡ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിന് വരെയും കൺഫ്യൂഷനാണ്. അതായത് ലോകത്ത് ഒരു മെഡിക്കൽ കോളേജിലും കമ്പാരിറ്റീവ് സ്റ്റഡി ഇല്ല. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് എടുത്ത് വേണം ഈ കമ്പാരിറ്റീവ് സ്റ്റഡി നോക്കാൻ. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ദഹനേന്ദ്രിയത്തിൻ്റെ രസം അതിൻ്റെ പേര് പറയുന്നത് തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ്. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ എന്ന് പറഞ്ഞാൽ വളരെ ലോലമാണ്. അതേസമയം ഈ മീറ്റ് ഈറ്റേഴ്സിൻ്റെ ഇപ്പോൾ ഉദാഹരണം പട്ടി, പൂച്ച, സിംഹം, ബാക്കിയെല്ലാം മീറ്റ് ഈറ്റേഴ്സിൻ്റെ കരടി ചിലപ്പോൾ മാംസം കഴിക്കും, ചിലപ്പോൾ കഴിക്കത്തില്ല. അതുകൊണ്ടൊരു വെജിറ്റേറിയൻ നോൺ വെജിയാണ് കരടി. അപ്പോൾ മറ്റ് മൃഗങ്ങൾ കഴിക്കേണ്ട ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് ദഹിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹന രസത്തിൻ്റെ 20 ഇരട്ടി ശക്തി അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്കിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കഴിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം ബേഴ്സിനാണ്. അപ്പോൾ ബേഴ്സ് കണ്ടില്ലേ, വെള്ളം പോലും അവർ കുടിക്കുന്നില്ല. അവർ ഡ്രൈ ആയിട്ടുള്ള ധാന്യങ്ങളാണ്, അതായത് ഉണക്കായിട്ടുള്ള അരി, ഗോതമ്പ്, കടല, പയർ ഇതെല്ലാം ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ തന്നെ അവർക്ക് ദഹിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹനരസത്തിനേക്കായി ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അതിനേക്കായി 50-100% പവർഫുൾ ദാൻ ഹ്യൂമൻ എന്നാണ്. 50 തൊട്ട് 100% വരെ ഇപ്പോൾ അവർക്ക് പവർഫുള്ളാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കും. അതിപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ കടലയോ പയറോ വേവിക്കാതെ അല്ലെങ്കിൽ കുതുക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. അപ്പം അവർക്കതില്ല, അത് ദഹിച്ച് പോയിക്കോളും. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ കാറിൻ്റെ പുറത്തോ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ പുറത്തോ കാക്കയോ അല്ലെന്നുണ്ടെങ്കിൽ പക്ഷികൾ കാഷ്ടിച്ച് കഴിഞ്ഞാൽ ആ പെയിൻ്റ് എല്ലാം ഇളവും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ആസിഡാണ് അതിനുണ്ടാക്കുന്നത്. അപ്പോൾ അവർക്കത് കഴിക്കാൻ പറ്റും. നമ്മളിതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഈ നമ്മുടെ മനുഷ്യൻ ഉപയോഗിക്കേണ്ടത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാക്സിമം. ഇങ്ങനെയാണ് പറയുന്നത്, ഗ്രീൻ വെജിറ്റബിൾസ് ബിൽഡ് ദ ബോഡി എന്നാണ്. നമ്മുടെ എല്ലാ ഇതിനും ശക്തി ഉണ്ടാക്കും. അതുപോലെ ഫ്രൂട്ട്സ് വിൽ ക്ലീൻ ദ ബോഡി ആൻഡ് ദ മൈൻഡ്. ഇപ്പോൾ വെജിറ്റേറിയൻ കഴിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഓർഗാനിക് വേജ് അത് ഇവിടെ കിട്ടാറില്ല. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ പറഞ്ഞെങ്കിൽ തന്നെ ഇതെല്ലാം നമുക്ക് വിഷം, എൻഡോസൾഫാൻ പോലുള്ള ഇഞ്ചൂറിയസ് ആയിട്ടുള്ള വിഷം അടിച്ചിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം. അപ്പോൾ അത് മറ്റൊരു രീതി, അതും ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഈ നോൺ വെജ് ഉപയോഗിച്ചിട്ട് വെജിറ്റബിൾസ് കഴിയുന്നത് ഓർഗാനിക്, അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെ അത് വാങ്ങിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടോ വേവിച്ചിട്ടോ ഒക്കെ കഴിക്കാൻ പാടുള്ളൂ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക. അതിനുള്ള ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റുമാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം ഒരു ബൈപ്പാസ് സർജറിക്കാണെങ്കിൽ ഒരു 3 lakhs to 5 lakhs rupees ചിലവ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു 1/4 പോലും ചിലവില്ലാത്ത രീതിയിൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ലേസർ ട്രീറ്റ്മെൻറ്റാണ് എൻ്റെ സെൻറ്ററിൽ ഞാനിവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കിലീഷൻ തെറാപ്പി എന്ന് പറയും, അതുകൊണ്ടും നമുക്ക് വളരെ എഫക്റ്റീവാണ്. അതും ഇതിനെല്ലാം വളരെ എഫക്റ്റീവാണ്. കോൾഡ് ടു ക്യാൻസറിന് വരെയും കൊടുക്കാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതിന് ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ 5,000 10,000 മാക്സിമം 20,000 അതിൽ കൂടുതൽ വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്കൊരു വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.